വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ടത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ. കമ്പാർട്ട്മെന്റിൽ വാതിൽ ഭാഗത്ത് നിന്ന് മാറിക്കൊടുക്കാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചു. പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസ്. ട്രെയിനിൽ ആക്രമിക്കപ്പെട്ട പാലോട് സ്വദേശിനി സോനയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. സോനയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുന്നു. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. സംഭവം വിമാനത്താവളത്തിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെ. പെൺകുട്ടിയും ആൺ സുഹൃത്തും കാറിലിരിക്കുമ്പോൾ സംഭവം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തലവൻ SP ശശിധരനാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. കട്ടിലപ്പാളിയിലെ സ്വർണം കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ അറസ്റ്റ് ചെയ്യും. അറസ്റ്റിലായ സുധീഷ് കുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. KSRTCയിൽ പെൻഷൻ വിതരണത്തിന് 74.34 കോടി രൂപ അനുവദിച്ച് സർക്കാർ. ഈ വർഷം ഇതിനകം 933.34 കോടി രൂപ KSRTCക്ക് സർക്കാർ നൽകി. പ്രത്യേക സഹായമായി 350 കോടി രൂപയും പെൻഷൻ വിതരണത്തിന് 583.44 കോടി രൂപയുമാണ് KSRTCക്ക് ലഭിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി അധികമായി കോർപ്പറേഷൻ നൽകിയെന്നും ധനമന്ത്രി.